Pew, pew, pew. Hello, ladies and gentlemen. Sri here. Another fragrance review. സ്വന്തം കാശ് കൊടുത്ത് മേടിച്ച ഫ്രേഗ്രൻസ് ആണല്ലോ, പ്രൊമോഷൻ അല്ല. അതെങ്ങനെ ഏറ്റവും എവിഡൻ്റ് ആയിട്ടെന്ന് പറയാം, ഇതിന് 10-600-700 രൂപയുടെ അകത്ത് ഉള്ള സാധനമാണ്. എൻ്റെ കാശില്ലാത്തതുകൊണ്ട് ഞാൻ ബഡ്ജറ്റ് ഫ്രേഗ്രൻസ് മേടിച്ച് നിങ്ങളുടെ റിവ്യൂ ആയി. സോ ഗൈസ്, കഴിഞ്ഞ വട്ടം ദ ഹൗസ് ഓഫ് ബ്ലൂ പ്രിൻ്റ് എന്ന് നമുക്ക് ബക്രാദ് റൂജ് 540 റിവ്യൂ കണ്ട് ഒരുപാട് പേര് ഇൻട്രസ്റ്റഡ് ആയി. എനിക്ക് പറഞ്ഞു ബ്രോ അത് അത്ര എന്താ പറയുക, എപ്പോഴും ഭയങ്കര ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് സാധനമാണ്, ഭയങ്കര ടു കോമൺ ആണ് പെർഫ്യൂംസ് കമ്മ്യൂണിറ്റിയിൽ. ഇച്ചിരി വ്യത്യാസമുള്ള സാധനങ്ങൾ വെക്കാൻ പറഞ്ഞു. പക്ഷേ ഈ ഭയങ്കര വെറൈറ്റി ആയുള്ള സാധനങ്ങളുടെ പ്രശ്നം എന്ന് വെച്ചാൽ നോക്കിയാൽ അതിനകത്ത് വരുന്ന ഇപ്പം എസ്പെഷ്യലി ഈ ചെറിയ ഹൗസ് ഓഫ് ബ്ലൂ പ്രിൻ്റിനാണൊക്കെ വരുന്ന ഇൻസ്പയർഡ് ഓയിൽസ് ഒട്ടും എന്താ ആക്യുറേറ്റ് ആയിരിക്കത്തില്ല. അതാണ് വേർത്തത്. അതുകൊണ്ട് ഞാൻ ഒരുപാട് ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള പുതുമയുള്ള സാധനത്തിന് പകരം ഇച്ചിരി ഒന്ന് പയറ്റി തെളിഞ്ഞ് എന്നാൽ എല്ലാവർക്കും അറിയാത്തൊരു നൈസ് ഫ്രേഗ്രൻസ്. ഈ ബക്രാജ് റൂജ് 540 ഒരു എന്താ ഒരു നൈറ്റ് ടൈം സ്വീറ്റ് ഒരു കാശ്മീരിൻ സ്മെല്ലൊക്കെ ആണെങ്കിൽ, അതൊരു ഡേറ്റ് നൈറ്റ് സ്മെല്ലൊക്കെ ആണെങ്കിൽ ഐ വോണ്ട് ടു ട്രൈ അവർ ഹൗസിൽ നിന്ന് ഒരു ഫ്രഷ് ഫ്രേഗ്രൻസ്. ഐ റിയലി ലൈക്ക് ഇറ്റ്. അഖോയ എന്നാണ് ഇതിൻ്റെ പേര്. ഹൗസ് ഓഫ് ഗീസ പെർഫ്യൂം ഹൗസ് എത്ര പേർക്ക് അറിയാമെന്നറിയത്തില്ല. ഹൗസ് ഓഫ് ഗീസയുടെ അഖോയയുടെ ഇൻസ്പയർഡ് സാധനമാണ്. ഓത്ത് പെർഫോം കോൺസെൻട്രേഷനകത്താണ് അവർ ചെയ്യുന്നത്. ആൻഡ് ഞാൻ ഗീസ ട്രൈ ചെയ്തിട്ടുണ്ട് ഒരുപാട് തവണ എയർപോർട്ട്സിൽ കാര്യങ്ങൾ. ഞാൻ വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടുള്ള ഒരാളല്ല, പക്ഷേ ഐ നോ, എനിക്കറിയാം ഞാൻ മണക്കുന്ന എന്താണെന്ന് എനിക്കറിയാൻ പറ്റും. ആൻഡ് ഫ്രം ദ ഗെറ്റ് ഗോ എനിക്ക് അത് പറയാനുള്ള വെരി നൈസ്, ഫണ്ടമെൻ്റലി നൈസ് ഒരു പാക്കേജിങ്ങിനകത്താണ് 10-600 രൂപയ്ക്ക് വരുന്നത്. Look at the atomizer. Atomizer is bomb blasting. ആൻഡ് ഓഫ് ദ സ്റ്റാർട്ട് നമുക്ക് കിട്ടുന്നത് ആ ഒരു മിഡിൽ ഈസ്റ്റേൺ ഫ്രേഗ്രൻസ് പഞ്ച് അതിനകത്ത് കിട്ടുന്നത്. ഒരു സ്വീറ്റ് മിഡിൽ ഈസ്റ്റേൺ അറബിക് നോട്ട്സ് ഒക്കെ ഉണ്ട്. എന്നാൽ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് വുഡി ഫ്രഷ്നെസ് എന്ന് പറയുമ്പം ഈ ഒരു നോട്ടിനകത്ത് എനിക്കറിയത്തില്ല, ഇതിനകത്ത് ലിനനോൾ, അതുപോലെ ഡൈ മെത്തനോക്സൈൽ ഹൈഡ്രോക്ലോറോ എന്നൊക്കെ പറയുന്ന ഈ വാട്ടർ അല്ലെങ്കിൽ ഈ വെള്ളത്തിൻ്റെ മണം അല്ലെങ്കിൽ ഉപ്പിൻ്റെ മണം എന്നൊക്കെ പറയുന്നത് ഒരുപാട് അഡിറ്റീവ്സും ഫിക്സറ്റീവ്സും ആൽഡിഹൈഡ്സും ഒക്കെ ഉണ്ട്. അതൊക്കെ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഫ്രം ദ ഗെറ്റ് ഗോ നിങ്ങൾക്കൊരു വുഡി സ്വീറ്റ് ലാവൻഡറിഷ് വൈറ്റ് ഫ്ലോറൽ, വെരി വൈറ്റ് ഫ്ലോറൽ, എവിടേക്കോ ജാസ്മിന് ഹിൻ്റുള്ള പോലെ തോന്നുന്നു. മേ ബി ഐ എം റോങ്. എന്നാൽ ഓറിയൻ്റൽ സ്പൈസി, ആ ഒരു ഓറിയൻ്റൽ ഫ്രേഗ്രൻസിൻ്റെ ആ സ്പൈസിനെസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. എനിക്ക് അഖോയനെ കുറിച്ച് പറയുമ്പോൾ ഇറ്റ്സ് ഡെഫിനറ്റ്ലി എ യുണീക് സ്മെൽ. ആ യുണീക് സ്മെൽ എന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ ലെറ്റ് ഇറ്റ് ഗ്രോ ഓൺ യു. ഇച്ചിരി നേരം ഒന്ന് കഴിയട്ടെ. അത് കഴിയുമ്പം ആ ഒരു ടോപ്പ് നോട്ട്സ് മാറി മിഡിലേക്ക് വരുമ്പം ആ ഒരു ഫ്രഷി ചെറിയ സിട്രസി സ്വീറ്റ്നെസ്സും അതേപോലെ ആ ഒരു വൂഡി നോട്ട്സൊക്കെ ഒന്ന് ആംപ്ലിഫൈ ആയിട്ട് നിൽക്കും. പക്ഷേ ഇതിനകത്ത് ത്രൂ ഔട്ട് പ്രോമിനൻ്റ് ആയിട്ടുള്ള നോട്ടാണ് വൈറ്റ് ഫ്ലോറൽ ഫ്രേഗ്രൻസ്. വൈറ്റ് ഫ്ലോറൽ ഫ്രേഗ്രൻസിനകത്ത് ഗൈസ്, വൈറ്റ് ഫ്ലോറൽ ഫ്രേഗ്രൻസിനെ കുറിച്ച് ഒരു പറഞ്ഞു തുടങ്ങിയാൽ അത് വരെ 3 മണിക്കൂർ സംസാരിക്കുന്നത്. പക്ഷേ അതിനകത്ത് തന്നെ എനിക്ക് അതിനെ സപ്ലിമെൻ്റ് ചെയ്യുന്ന അതിൻ്റെ ലാവൻഡർ നോട്ട്സും ബ്രോമലൈൻ നോട്ട്സ്, ബ്രോമലൈൻ എന്നങ്ങാണ്ട് അതിന് കറക്റ്റ് പ്രൊണൗൺസ് അതൊരു പൂവം കണ്ട, അല്ലാതെ പൈനാപ്പിളിൻ്റെ ബ്രോമലൈൻ അല്ല. അതും ഭയങ്കര അടിപൊളിയായിട്ട് നിൽപ്പുണ്ട് ഗൈസ്. ആ ഒരു വുഡി ഓറിയൻ്റൽ സ്പൈസും എന്നാൽ ആ ഒരു ഫ്രഷ്നെസ്സും ഒക്കെ ഉള്ളൊരു ഭയങ്കര യുണീക്ക് നോട്ട്സ് ഉള്ളൊരു സാധനമാണ് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ഒരു വുഡി ഫ്രഷ് നോട്ട്സ് ഉള്ള വേറെ ഫ്രേഗ്രൻസ് ഞാൻ ഒരുപാടൊന്നും ട്രൈ ചെയ്തിട്ടില്ല. അത് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ കളക്ഷനകത്ത് ഫ്യൂ ഫേവറേറ്റ്സ് മാത്രമുണ്ട്. നമ്മുടെ പോലീസ്മെൻ്റെ കോസ്മോപൊളിറ്റൻ ഇസ് എ വെരി ഫ്രഷ് വുഡി, പക്ഷേ ഭയങ്കര നട്ട്മഗ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സാധനമാണ്. അതുകൊണ്ട് അതെല്ലാവർക്കും പിടിക്കണമെന്നല്ല. പക്ഷേ ഇതൊരു കംഫർട്ടിങ് സ്വീറ്റ് എന്നാൽ ഭയങ്കരമായിട്ടുള്ള ഓറിയൻ്റൽ സ്പൈസസിൻ്റെ ആ എടുത്ത് നിൽക്കുന്ന ചാട്ടോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഹൗസ് ഓഫ് ഗീസനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗൈസ്, ഹൗസ് ഓഫ് ഗീസ മിഡിൽ ഈസ്റ്റിൽ പയറ്റി തെളിഞ്ഞൊരു ഫ്രേഗ്രൻസ് ഹൗസാണ്. അവരുടെ അഖോയ മാത്രമല്ല, ഒരുപാട് ഹൗസ് ഓഫ് പെർഫ്യൂംസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല. പിന്നെ ടെക്നിക്കലി നമുക്ക് ഇതിൻ്റെ റിവ്യൂവിനെ കുറിച്ച് വേണമെങ്കിൽ ഇത് ലാസ്റ്റ് മോർ ദാൻ 8 hours. 8 hours മുകളിൽ ഇത് ലാസ്റ്റ് ചെയ്യുന്നത് എനിക്ക് കൺഫേം ആയിട്ട് പറയാം. പ്രൊജക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ബോംബ്ലാസ്റ്റിക് പ്രൊജക്ഷൻ എന്നുള്ള രീതിയിലാണ് വേണ്ടെങ്കിൽ ജസ്റ്റ് ഓവർ സ്പ്രേ ചെയ്തിട്ട് നിങ്ങളൊരു ഇവൻറ്റിന് പോയാൽ യു വിൽ ബി ദ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ. അതെനിക്ക് ഉറപ്പിച്ച് പറയാം. പിന്നെ ചിലവർക്ക് ഈ ഫ്രേഗ്രൻസ് ഒരു ഹിറ്റോ മിസ്സോ ആണ്. അത് ഞാൻ ആദ്യമേ തന്നെ പറയാം. ചിലവർക്ക് ദിസ് ഇസ് എ മോർ ഓഫ് എ ഗ്രോൺ അപ്പ് ഗായ് ഫ്രേഗ്രൻസ്, അല്ലാതെ ഒരു ടീനേജ് ബോയ്ക്കോ ഒരു
എന്താ പറയുക സ്കൂൾ ബോയ്ക്കൊന്നും ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. യു ആർ എ മാൻ, ഒരു ജെന്റിൽമെൻ ഫ്രേഗ്രൻസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സി ഗൈസ്, മിക്ക മിഡിൽ ഈസ്റ്റിൻ്റെ ഫ്രാഗ്രൻസും ഞാൻ അങ്ങനെ എന്താ പറയണ കൊച്ചു പിള്ളേർക്ക് റെസിസ്റ്റ് ചെയ്യാറില്ല. കാരണം എന്ന് വെച്ചാൽ എൻ്റെ എല്ലാത്തിനകത്തും എൻ്റെ ഓറിയൻ്റൽ സ്പൈസസും ചെറിയ വുഡി അണ്ടർ ടോൺസും ഒക്കെ മിക്ക മിഡിൽ ഈസ്റ്റിൻ ഫ്രേഗ്രൻസും കാണും. അല്ലെങ്കിൽ ഊതോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കയറി അതൊക്കെ ഇച്ചിരി കൂടെ സൊഫിസ്റ്റിക്കേറ്റഡ് ഇതിനകത്ത് വരുന്നത്. ഗൈസ് ഇതിനകത്ത് നിങ്ങൾക്ക് തോന്നുന്നില്ല സിട്രസ് ഇല്ലെന്ന്, പക്ഷേ ട്രസ്റ്റ് മീ, ഡ്രൈ ഡൗണിനകത്ത് ഇതിനകത്ത് സിട്രസ് ആ സ്വീറ്റ്നെസ് എലോങ് വിത്ത് ലാവൻഡർ വരുമ്പം നല്ലൊരു ഒരു സിഗ്നേച്ചർ സെൻറ്റാണ്. ഇത് ഭയങ്കര പ്ലസൻറ്റ് പീസിങ് ആയിട്ടുള്ളൊരു സാധനമാണ്. ബോട്ടിൽ കൺസ്ട്രക്ഷൻ നല്ലതാണ്, ക്യാപ്പൊക്കെ നല്ലതാണ്, മാഗ്നറ്റിക്കോ കാര്യങ്ങളോ ഒന്നുമല്ല. 700 രൂപയ്ക്ക് നിങ്ങൾക്ക് മാഗ്നറ്റിക്കോ ചക്ക എടുത്ത് തലയടിച്ചാൽ പൊട്ടിക്കും. പിന്നെ അടിപൊളി ആറ്റമൈസർ ആണെന്ന് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. പിന്നെ ഒരു കൊറിയർ ഡേയ്സ് ആണല്ലോ 2-3 ഡേയ്സിനകത്തൊക്കെ കിട്ടും. ഗൈസ് ഇത് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചാണ്, ഹൈലി റെക്കമെൻഡ്. പിന്നെ ഗൈസ് എനിക്ക് ഇവരുടെ കൂട്ടത്തിൽ ഞാനത് സെപ്പറേറ്റ് റിവ്യൂ ഒന്നും ചെയ്തില്ല, ജസ്റ്റ് ഒരു പറയണമെന്ന് തോന്നി. ഇത് ഞാൻ പൈസ കൊടുത്ത് തന്നെ മേടിച്ചത്. ഇറ്റ്സ് എൻ ഇമ്പീരിയൽ ബ്ലെൻഡ്. അതെന്ന് പറയുന്നത് നമ്മുടെ അഹമ്മദ് അൽ മഗ്രിബിയുടെ മർജ് ഉണ്ടല്ലോ, മർജും ഇമ്പീരിയൽ വാലിയും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള സാധനമാണ്. എൻ്റെ ആർക്കും ഭയങ്കരമായിട്ട് ട്രൈ ഔട്ട് ആവണമെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ എൻ്റെ ചേട്ടൻ പൊതുവെ പുള്ളിക്കാരനൊന്നും ഇഷ്ടപ്പെടാത്തൊരു സാധനമാണ്. പക്ഷേ ഇതിനകത്ത് അഗർവുഡോ അങ്ങനത്തെ വൂഡി നോട്ട്സ് ഒക്കെ ഇച്ചിരി പ്രോമിനൻ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് പുള്ളിക്കാരൻ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനത് ദിസ് ഇസ് ഡെഫിനറ്റ്ലി എ ഗ്രോൺ അപ്സ് ഫ്രേഗ്രൻസ്. അപ്പം എനിക്കിത് എടുത്ത് പറയണമെന്ന് തോന്നി. പിന്നെ ഹൗസ് ഓഫ് ബ്ലൂ പ്രിൻ്റ് എന്ന് 2-3 എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊന്നും എനിക്ക് റിവ്യൂ പറയണമെന്നില്ല. പക്ഷേ ഇത് രണ്ടും ഭയങ്കര യൂണീക്ക് ആയിട്ട് തോന്നി. ആ ഹാർഡ് പഞ്ചി നോട്ട്സിൻ്റെ അണ്ടർ ടോൺ വരുന്ന ആ കംഫർട്ടിങ് സ്വീറ്റ്നെസ് ഇസ് സംതിങ്. ആ മർജ്, നിങ്ങൾ മർജ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, മർജ് സംടൈംസ് ഭയങ്കര പഞ്ചി ഇൻ ദ ഫേസ് സാധനമാണ്. അതിനൊന്ന് ജസ്റ്റ് ഒരു സിട്രസി ഒരു അക്വാട്ടിക് സാധനം കൊടുക്കുന്ന ഇമ്പീരിയൽ വാലിയാണ്. അപ്പം അത് രണ്ടും അടിപൊളിയായിട്ട് വർക്ക് ചെയ്തു എന്ന് എനിക്ക് പറയാനുള്ളത്. ഇത് അവരുടെ സ്വന്തം ബ്ലെൻഡാണ്, ഇൻസ്പയർഡോ കാര്യങ്ങളൊന്നും അല്ല ഇമ്പീരിയൽ ബ്ലെൻഡ് എന്ന് പറയുന്നത്. സോ ഗൈസ്, ഇമ്പീരിയൽ ബ്ലെൻഡ് ആൻഡ് അക്കോയ ബൈ ദ ഹൗസ് ഓഫ് ബ്ലൂ പ്രിന്റ് 600-700 രൂപയ്ക്ക് ഗൈസ് ഇത് രണ്ടും സൂപ്പർ ബൈ ആണ്. ഞാൻ അവരോട് സംസാരിച്ച് വലിയ ദോഷമുള്ള കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നുമില്ല. എനിക്ക് 600 രൂപ 700 രൂപയ്ക്ക് നിങ്ങൾ ബ്ലൈൻഡ് ആയിട്ട് ഇത് റെക്കമെൻഡ് ചെയ്യുന്നതിനകത്ത് എനിക്ക് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ ഗൈസ്, ഇറ്റ് ശ്രീ ഹിയർ. നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലെറ്റ് മീ നോ. പിന്നെ ഗൈസ് ചിലവർ പറഞ്ഞു ബ്രോ ഇച്ചിരി കൂടെ ടെക്നിക്കലി പോ, ഇച്ചിരി ഡെപ്തിൽ പോ. ബ്രോ അങ്ങനെ പറഞ്ഞ ആൾക്കാർക്ക് ഒരുപാട് പേർക്ക് ഇൻട്രസ്റ്റിംഗ് ആയില്ല. ഗൈസ് നിങ്ങൾ അറിയേണ്ട കാര്യം ഇത് ഇത് ലാസ്റ്റിങ് ടെക്നിക്കലി ഇത് 7-8 മണിക്കൂർ ലാസ്റ്റ് ചെയ്യും നമ്മുടെ സ്വെറ്റി ഹ്യൂമിഡ് കണ്ടീഷനകത്ത്. പിന്നെ എപ്പോഴും പറയുന്ന കണക്ക് ഞാൻ ലോക്കൽ പെർഫ്യൂംസ് അല്ലേ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്നത് ബ്ലഡിലടിക്കാൻ അല്ലെ ബോഡിയിലടിക്കാൻ റെക്കമെൻഡ് ചെയ്തില്ല. സ്പ്രേ ഇറ്റ് ഓൺ യുവർ ക്ലോത്ത്സ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ല ഫംഗ്ഷൻ ആണെങ്കിൽ നല്ലോണം സ്പ്രേ ചെയ്തിട്ട് ക്ലോത്ത്സിൽ സ്പ്രേ ചെയ്തിട്ട് അങ്ങോട്ട് പോവുക. ഞാൻ എല്ലാ പെർഫ്യൂമും ഇപ്പം ക്ലോത്തിൽ അടിക്കാറുള്ളൂ, ബോഡിയിൽ അങ്ങനെ അടിക്കുകയല്ല. ബിക്കോസ് ചില റീസേർച്ചേഴ്സ് ഒക്കെ പറയുന്നത് ഇറ്റ് വിൽ മെസ് അപ്പ് വിത്ത് യുവർ ഫെറമോൺസും കാര്യങ്ങളും ഒക്കെ. അത് ട്രൂ ആണെന്നാണ് എനിക്കറിയാൻ പറ്റിയത്. പക്ഷേ അത് റൈറ്റ് നൗ ദിസ് ഇസ് ഗുഡ്. നല്ല പ്രൊജക്ഷൻ ഉണ്ട്. ഒരു 2 to 3 സ്റ്റെപ്സ് നിങ്ങൾ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രൊജക്ഷൻ കിട്ടും, നല്ല ലാസ്റ്റിംഗ് ആണ്. ഓയില് ഞാൻ ഇത് ഒരു 3 to 4 വീക്സ്, ഒരു മാസത്തിൽ കൂടുതലായിട്ടൊക്കെ DK അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മുടെ നാട്ടിൽ വർക്ക് ആവുന്ന 2 പെർഫ്യൂംസും അതിന് പറ്റിയ ഡ്യൂറേഷനുമാണ്. സോ ഗൈസ്, ശ്രീ ഹിയർ, ടോക്ക് ടു ഗൈസ് ലേറ്റർ. ലവ് യു, ബൈ ബൈ.